عن عمر رضي الله عنه أيضا قال ഇമാം നവവി റഹിമഹുല്ലാ ഈ കിതാബിൽ രണ്ടാമതായി കൊണ്ടുവന്ന ഹദീസ് അതും ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അൻ ഉമർ റളിയല്ലാഹു അൻഹു അയ്ളൻ, ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇമാം നവവി റഹിമഹുള്ളാഹ് ഒരു ശൈലിയുണ്ട് ഈ ഹദീസ് കിതാബിൽ. അദ്ദേഹം ഒരു റാവി, സ്വഹാബിയായ ഹദീസ് ഉദ്ധരിക്കുന്ന ആള്, ആദ്യം അയാളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുനിയത്ത്, അദ്ദേഹത്തിന് വല്ല സ്ഥാനപ്പേരുണ്ടെങ്കിൽ ലക്കബുണ്ടെങ്കിൽ ഇതെല്ലാം കൊടുത്തിട്ടാണ് ഉദ്ധരിക്കാറുള്ളത്. പിന്നീട് പറയുമ്പോൾ പേര് മാത്രം പറയും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് ആദ്യം പറയുമ്പോൾ അൻ അമീരിൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായി അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്, കുനിയത്ത്, അതുപോലെ അദ്ദേഹത്തിന്റെ ഉപ്പയിലേക്ക് ചേർത്തിയിട്ടുള്ള പേര്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഹദീസിൽ പറയുമ്പോൾ അൻ ഉമർ റളിയല്ലാഹു അൻഹു അയ്ളൻ ഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസിന്റെ ആശയം നമുക്കൊന്ന് വായിക്കാം. ഇത് വിശദമായി മനസ്സിലാക്കേണ്ട ഹദീസാണ്. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഈ ഹദീസിൽ അതിന്റെ അർത്ഥം നമുക്ക് കേൾക്കാം. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗം, ഒരു ദിവസം ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മസ്ജിദിൽ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, സ്വഹാബികളുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് തലഅ അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബ്, ഞങ്ങളുടെ അടുക്കലെ പെട്ടെന്നൊരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. നല്ല വെളുത്ത വസ്ത്രമാണ് അയാൾ ധരിച്ചിട്ടുള്ളത്. ശദീദു സവാദി ശഅർ, തലമുടി നല്ല കറുപ്പാണ് അയാൾക്കുള്ളത്. ലാ യുറാ അലൈഹി അസറു സഫർ, യാത്രയുടെ ഒരു അടയാളവും അയാളിൽ കാണാനില്ല. വലാ യഅരിഫുഹു മിന്നാ അഹദ്, എങ്കിൽ നാട്ടുകാരനായിരിക്കണം, പക്ഷെ നാട്ടിൽ ഒരാൾക്കും അത് അറിയുകയുമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, أشهد أن محمدا رسول الله. هيا على السلام، هيا على السلام، هيا على الفلاح، هيا على الفلاح. الله أكبر، الله أكبر، لا إله إلا الله. ഹത്താ ജലസ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഈ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, അദ്ദേഹത്തിന്റെ ഇരുമുട്ടുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിനോട് ചേർത്തി വെച്ചു. വവദഅ കഫൈഹി അലാ ഫഖിദൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് കൈപ്പടങ്ങളും അദ്ദേഹത്തിന്റെ തുടയിലേക്ക് വെച്ചു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദേ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു തരണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തശ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഇസ്ലാം എന്നാൽ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും റസൂലുള്ളാഹ് മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്നും നീ സാക്ഷ്യം വഹിക്കലാണ്. വതുഖീമസ് സലാ, നീ നിസ്കാരം നിലനിർത്തലാണ്. വതുഅതിയസ് സകാത്ത്, നീ സകാത്ത് കൊടുക്കലാണ്. വതസൂമ റമദാൻ, നീ റമദാനിൽ നോമ്പനുഷ്ഠിക്കലാണ്. വതഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, ഹജ്ജിന് പോകാനുള്ള വഴി എളുപ്പമായാൽ നീ ഹജ്ജ് ചെയ്യലാണ്. ഫഖാൽ സദഖ്ത്, ചോദിച്ചയാൾ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു തുടരുന്നു, ഫഅജിബ്നാ ലഹു യസ്അലുഹു വയുസദ്ദിഖുഹു, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ഭുതമുണ്ടായി. ഇദ്ദേഹം തന്നെ ചോദിക്കുന്നു, ഇദ്ദേഹം തന്നെ സത്യമാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം ചോദിച്ചാൽ അറിയില്ലല്ലോ ഇത് ശരിയാണോ എന്നുള്ളത്. ശരിയാണ് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി. സുമ്മ ഖാൽ ഫഅഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് ഈമാനിനെ കുറിച്ച് അറിയിച്ചു തരണം. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുവിനുള്ള വിശ്വാസമാണത്. വമലായികത്തിഹി, അവന്റെ മലക്കുകളിലും, വകുതുബിഹി, അവന്റെ വേദഗ്രന്ഥങ്ങളിലും, വറസുലിഹി, അവന്റെ ദൂതന്മാരിലും, വൽയൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും, വതുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി,
അതുപോലെ ഖദറിൽ വിശ്വസിക്കുക, അതിൻ്റെ നന്മയിലും തിന്മയിലും. ഖാല സ്വദഖ്ത, അദ്ദേഹം പറഞ്ഞു വീണ്ടും സത്യമാണ് പറഞ്ഞത്. ഖാല ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, എങ്കിൽ എനിക്ക് ഇഹ്സാനിനെ കുറിച്ച് പറയണം. എന്താണ് ഇഹ്സാൻ? ഖാൽ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാ, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാ, ഇനി നിനക്ക് അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നീ ഇബാദത്ത് ചെയ്യലാണ്. ഖാല ഫഅഖ്ബിർനി അനിസ് സാഅ, പിന്നീട് പറഞ്ഞെങ്കിൽ അന്ത്യദിനത്തെ കുറിച്ച് നീ പറഞ്ഞു തരിക. ഖാല മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ, ചോദിക്കപ്പെട്ടവനെ ചോദിച്ചവനേക്കാൾ വലിയ വിവരമൊന്നും ഇതില്ല, രണ്ടു കൂട്ടർക്ക് ഇത് അറിയാത്ത കാര്യമാണ്. ഖാല ഫഅഖ്ബിർനി അൻ അമാറാതിഹ, അപ്പോൾ പറഞ്ഞു എങ്കിൽ അതിന്റെ അടയാളങ്ങൾ പറഞ്ഞു തരിക. ഖാൽ അൻ തലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കലാണ് ഒന്ന്. വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത റിആഅ ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ, നീ കാണലാണിത്, നഗ്നപാതരായ ദരിദ്രരായ, കാലിൽ ധരിക്കാൻ വസ്ത്രം ധരിക്കാനൊന്നും ഇല്ലാത്ത ആട്ടിനെ മേയ്ക്കുന്ന ആളുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്നതിൽ പരസ്പരം മത്സരിക്കുന്നത് കാണലാണ് അന്ത്യദിനത്തിൻ്റെ ഒരു അടയാളം. കാലസുമ്മൻ തല, ഉമറുള്ളാന് പറയാണ്, പെട്ടെന്ന് ആ മനുഷ്യൻ പോയി. ഫലബിസ്തു മലിയൻ, ഞാൻ അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയുണ്ടായി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് ഉമറിന്റെ അടുക്കിലേക്ക് എത്തുന്നത്. എന്നിട്ട് ചോദിച്ചു, അതദ്രി മനിസായി, ഇതൊക്കെ ചോദിച്ച മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ അതാകും യഅല്ലിമുകും ദീനകും, അത് വന്നത് ജിബ്രീലാണ്, നിങ്ങളെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് എന്നാണ് പറയുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഈ പറയുന്ന റിവായത്ത്. ഈ ഹദീസിൽ നമ്മൾ ഇതിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കി, പക്ഷേ ഒരുപാട് ഫായിദകളുള്ള ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഒന്നാമത്തെ ഹദീസായിട്ട് കൊടുത്ത ഹദീസ് ഇതാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹ് ബുഖാരി ഒന്നാമത്തെ ഹദീസായി കൊടുത്ത ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ഹദീസായിട്ട് പറഞ്ഞത്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഹദീസായി കൊടുത്തതാണ് ഈ ഹദീസ്. ഇമാം നവവി എന്ത് ചെയ്തു? ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഹദീസാക്കി, ഇമാം മുസ്ലിമിന്റെ ഹദീസ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഹദീസാക്കുകയും ചെയ്തു. ഈ പറയുന്ന രൂപത്തിൽ വേറെയും പല പണ്ഡിതന്മാരും മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇമാം ബഗവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മസാബിഹ് സുന്നയിൽ, അതുപോലെ തന്നെ ഷറഹു സുന്നയിലും ഈ രൂപത്തിലാണ് അദ്ദേഹം ഹദീസ് ഗ്രന്ഥം ആരംഭിച്ചത്. ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാൽ ബിന്നിയാത്ത്, രണ്ടാമത്തേത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഹദീസിന് വലിയ പ്രാധാന്യമുണ്ട്. എത്രത്തോളം ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യംബഗി അൻ യുസമ്മാ ബി ഉമ്മി സുന്ന, ഈ ഹദീസിനെ സുന്നത്തിന്റെ മാതാവ്, സുന്നത്തിന്റെ ഉമ്മ എന്ന് പറയേണ്ടതുണ്ട്. അറബി ഭാഷയിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ എല്ലാം അതിലേക്ക് മടങ്ങുന്നത് എന്ന അർത്ഥമുണ്ട്. സൂറത്തുൽ ഫാത്തിഹക്ക് മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ എന്നുള്ളത്. ഖുർആനിന്റെ മാതാവ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവനും സൂറത്തുൽ ഫാത്തിഹയിലേക്ക് മടങ്ങും എന്നാ പറയുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് ബാക്കിയുള്ള 113 സൂറത്തുകൾ എന്ന് പറയുന്നത്. അതിന്റെ എല്ലാ ആശയങ്ങൾ ആകത്തുക സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അത് അതിന്റെ ചുരുക്കമാണ്. ഖുർആനിൽ ഏറ്റവും അഫ്ളലായ സൂറത്തുൽ ഫാത്തിഹയാണ്. അതുപോലെ ഹദീസുകളെ കുറിച്ച് മുഴുവൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹദീസുകളെല്ലാം എടുത്തു നോക്കിയാൽ അതിന്റെ ആകത്തുകയാണ് ഈ ഹദീസു ജിബ്രീലിൽ ഉള്ളത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഉമ്മുസുന്ന, ഹദീസുകളുടെ മാതാവ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ ഒരുപാട് പുകഴ്ത്തുകയും ഈ ഹദീസിനെ പ്രത്യേകമായി വിശദീകരിച്ച് ഗ്രന്ഥരചനകൾ നടത്തുകയൊക്കെ ചെയ്തത് നമുക്ക് കാണാം. ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു മാത്രം ഉദ്ധരിച്ച ഹദീസല്ല. കഴിഞ്ഞ ഹദീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഉമർ റളിയല്ലാഹു അൻഹു മാത്രം ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു പുറമെ മറ്റു സഹാബികളും ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ ഇല്ലാത്ത ചില വിശദാംശങ്ങൾ ആ ഹദീസുകളിൽ നമുക്ക് കാണുകയും ചെയ്യാം. ഈ ഹദീസിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ ദർസ് എടുത്തുകൊണ്ടിരുന്നത് തറയിൽ ഇരുന്നിട്ടാണ്. അതായത് മസ്ജിദിന്റെ തറയിൽ തന്നെ ഇരിക്കുക. അപ്പൊ അങ്ങനെ തറയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ കാണാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുകയില്ല. ആരാണ് നബി, ആരാണ് അനുയായികൾ, തിരിച്ചറിയാൻ പറ്റുന്നില്ല. നബിയെ സ്വഹാബത്തിനെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ പിന്നീട് എന്ത് ചെയ്തു? ഒരു കള്ളിമണ്ണ് കൊണ്ട് ഒരു ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കി. ഇരിക്കാൻ അല്പം ഉയർച്ചയുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാക്കുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്മേൽ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ചില റിവായത്തുകളിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്മേൽ ഇരിക്കവേ ജിബ്രീൽ വന്നു എന്നുള്ള വിഷയമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യമൊക്കെ അവിടെ പറയുന്നത് കാണാൻ സാധിക്കും. അതിലും പണ്ഡിതന്മാർ അതിന്റെ ഫായിദകൾ പറയുന്നുണ്ട്. അത്തരം ഉയർന്ന സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ ആളുകൾക്കെല്ലാം, എല്ലാ ഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് കാണാനും അതുപോലെ കൃത്യമായി ഗ്രഹിക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ എടുക്കുന്ന അല്ലെങ്കിൽ വിഷയങ്ങൾ സംസാരിക്കുന്ന ആളുകൾ
അല്പം ഉയരത്തിലിരിക്കുന്നത് ആ നിലക്ക് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതൊരിക്കലും വിനയത്തിനെതിരുമല്ല. ഒരാൾക്ക് വിനയം അങ്ങേയറ്റം ഉണ്ടാകേണ്ടതുണ്ട്. പഠിപ്പിക്കുന്ന ആളുകൾക്ക്, വിശദീകരിക്കുന്ന ആളുകൾക്ക് ബാക്കിയുള്ള ആളെക്കാൾ എന്തോ താൻ കൂടുതൽ വലിയ അള്ളാഹുവിനോട് അടുത്തതാണ് എന്ന ചിന്തയൊന്നും ഉണ്ടാകേണ്ടതില്ല. അത് വിനയത്തിനെതിരുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അത് വിനയത്തിനെതിരാകാതെ തന്നെ അത്തരം ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കയറിയിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. അല്ലെങ്കിൽ ഒരാൾ ഞാൻ വിനയാണെന്ന് പറഞ്ഞ് താഴെ ഇരുന്ന് തന്നെ ക്ലാസ് എടുക്കണം, താഴെ ഇരുന്ന് തന്നെ വിഷയങ്ങൾ സംസാരിക്കണം എന്നുള്ളത് പ്രത്യേകമായ ഫദ്ലുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിന്നീട് ഇരുന്നിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഹദീസിൽ ഇല്ലാത്ത ചില ഫായിദകളിൽ പെട്ടതാണ്, ഈ ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്ത് മസ്ജിദിന്റെ ഒരു ഭാഗത്ത് നിന്നും അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് പറയുന്നുണ്ട്. ആദ്യം സലാം പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ജിബ്രീൽ ഇങ്ങനെ വന്നിട്ട് എന്താ സലാം പറയുന്നതൊന്നും നമ്മുടെ ഈ റിവായത്തില്ല. അത് വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ ആ സംഭവം ഉണ്ട്. കാരണം അദ്ദേഹം അവിടെ ആയിരിക്കും ഇരുന്നിട്ടുണ്ടാവുക, അതുകൊണ്ട് അത് അദ്ദേഹം കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ താങ്കളുടെ അടുക്കലേക്ക് വരട്ടെ എന്നൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്. ജുനു, ഞാൻ അടുത്തിരിക്കട്ടെ, ഉദ്നു, അടുത്തിരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇനി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപവുമായി ബന്ധപ്പെട്ടതിന്റെ തുടക്കത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഷദീദു ബയാദി സിയാബ് ഷദീദു സവാദി ശഅർ ലാ യുറാ അലൈഹി അസറു സഫർ വലാ യഅരിഫു മിന്ന അഹദ് എന്ന കാര്യം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്നാമത്തത് ഷദീദു ബയാദി സിയാബ് അതിനെ പോലെയാണ് വന്നത്. ഈ രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് ഫായിദയുണ്ട്. ഒന്നാമത്തേത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് ആളുകൾക്ക് പ്രത്യേകമായി ഒരു ആശ്ചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അദ്ദേഹം ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഇൽമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് സ്വഹാബികൾ ഉടനീളം ഇത് ശ്രദ്ധിക്കണം. കാരണം സുദീർഘമായ ഒരു ഹദീസാണ്, ഉടനീളം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അതിന് വേണ്ട ചില കാര്യങ്ങൾ സ്വീകരിച്ചിരുന്നു എന്നാണ്. അതിലാണ് ഒന്നാമത് വന്ന ഉടനെ വിളിച്ചത് അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്നാണ് ചോദിച്ചത്. അതുപോലെ തന്നെ യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു തരണം. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക്, സ്വഹാബികൾക്ക് മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. അത് വിലക്കിയിട്ടുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖുർആനിൽ ആയത്തുള്ള കാര്യമാണ്. യാ നബി അല്ലാഹ്, യാ റസൂൽ അല്ലാഹ് എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. അത് വിലക്കുള്ള കാര്യമാണ്. അത് ആദരവ് കേടാണ്, ബഹുമാനക്കേടാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല. പക്ഷേ ജിബ്രീൽ അങ്ങനെ വിളിച്ചു. ഇതെന്തിനു വേണ്ടിയിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ, ഇതേതോ ഗ്രാമീണനാണ്, പുറത്തുള്ള ആരോ ആണ്, അത് പറയാത്ത ആരോ ഒരാളാണ് എന്ന രൂപത്തിൽ നോക്കാൻ സഹാബികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്നാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ രൂപത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കൂ, വെളുവെളുത്ത വസ്ത്രമാണ് എന്ന് വെച്ചാൽ അതിലൊരു കറയുമില്ല, പൊടിയുമില്ല. അതുപോലെ തന്നെ തലമുടി കറുകറുപ്പാണ്. ഇങ്ങനെ ആകണമെങ്കിൽ, ഇങ്ങനെ ഒരു നിലയിൽ ഒരാൾ വരണമെങ്കിൽ ഒരേ ഒരു സാധ്യതയേ ഉള്ളൂ. എന്താണ്? അൽ മസ്ജിദ് നബിയുടെ തൊട്ടടുത്ത വീട്ടുകാരൻ ആരെങ്കിലും ആയിരിക്കണം, അതായത് ആ നാട്ടുകാരനായിരിക്കണം, മദീനക്കാരനായിരിക്കണം. അദ്ദേഹം പറയുന്നില്ല ലാ യുറാ അലൈഹി അസറു സഫർ, യാത്രയുടെ ഒരു അടയാളവും കാണുന്നില്ല. കാരണം ഈ പറയുന്ന രൂപത്തിലാണ് വസ്ത്രം. പഴയ കാലത്ത് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ AC കാറിലല്ല, ഒട്ടകപ്പുറത്തോ എന്ത് പുറത്താണെങ്കിലും ശരി, കാറ്റടിച്ച് എന്ത് ചെയ്യും, താടിയിലും മുടിയിലും ഒക്കെ മണ്ണുണ്ടാകും, അതിന്റെ കളർ മാറിയിട്ടുണ്ടാകും, കറുപ്പൊക്കെ മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ അതിൻ്റെതായ അടയാളങ്ങൾ കാണും യാത്രക്കാരൻ. നല്ല ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നും അങ്ങനെ തന്നെ നമുക്കറിയാം, ദീർഘമായ യാത്ര ചെയ്താൽ നമ്മുടെ വസ്ത്രവും ശരീരമൊക്കെ ആകെ ഒന്ന് തളരും. അപ്പൊ അങ്ങനെയുള്ള ഒരു അടയാളമില്ല. എന്നാൽ വലാ യഅരിഫുഹു മിന്ന അഹദ്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഇത് അറിയുന്നില്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും അറിയുന്നില്ല. എന്ന് വെച്ചാൽ മദീനക്കാരനാണെങ്കിൽ സ്വഹാബികൾക്ക് അറിയണം, എന്നാൽ പിന്നെ യാത്രക്കാരനാണ് ആവേണ്ടത്. അപ്പൊ സ്വഹാബികൾക്കാർക്കും അറിയില്ല, അതേപോലെ യാത്രക്കാരൻ്റെ ഒരു അടയാളം കാണുന്നില്ല. ഇത് എവിടുന്നോ പെട്ടെന്ന് പൊട്ടിമുളച്ചതുപോലെ ആളുകൾക്ക് ജിജ്ഞാസ ഉണ്ടാക്കും, ഇതെന്താണ് എന്നുള്ളത് തോന്നിക്കും. എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വലാ യഅരിഫു മിന്ന അഹദ് എന്ന് പറഞ്ഞത്? ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, എല്ലാ ആളുകളും പരസ്പരം നോക്കിയപ്പോൾ എല്ലാവരും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വലാ യഅരിഫു മിന്ന, നമുക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കും, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അറിയാം, ആർക്കും അറിയില്ല എന്നുള്ളത്. ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, എല്ലാവരും പരസ്പരം നോക്കി, ആർക്കും അറിയില്ല, എല്ലാവരും ഇങ്ങനെ ഇതാരാണ് എന്നുള്ളത് ചിന്തിച്ചു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്തിൽ പറഞ്ഞത് വലാ യഅരിഫു മിന്ന അഹദ്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും അറിയില്ല. അപ്പൊ മദീനക്കാർക്ക് അറിയില്ല, എന്നാൽ യാത്രക്കാരനാകേണ്ട ഒരു അടയാളം കാണുന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുപോലെ ഇതിലുള്ള മറ്റൊരു ഫായിദയാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത്. ഒരു നല്ല ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? നല്ല വസ്ത്രം ധരിക്കുക, നല്ല വൃത്തിയുള്ള വേഷം ധരിക്കുക എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രത്യേകം പറയാൻ കാരണം ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാഹ് ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ദീൻ പഠിക്കുക അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇബാദത്തിൽ മുഴുകുക എന്നുള്ളതൊന്നും തന്നെ
നമ്മുടെ വേഷവിധാനത്തെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ അശ്രദ്ധരാകുക എന്നതിനർത്ഥമല്ല. കാരണം ചില ആളുകൾ അങ്ങനെ ധരിക്കാറുണ്ട്. നമ്മൾ ദീനിൻ്റെ ആളുകളാകുക, അല്ലെങ്കിൽ അതിൽ മുഴുകുക എന്ന് പറയുമ്പോൾ നമ്മൾ വസ്ത്രമൊന്നും നോക്കേണ്ടതില്ല. അവളെ മുഷിന്ന വസ്ത്രം ധരിക്കുക, അങ്ങനെ ഗന്ധങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയാണല്ലോ പല സൂഫി ചിന്താധാരകളൊക്കെയുള്ള ആളുകളെ കാണാൻ പറ്റും. അവർ വലിയ അള്ളാഹിനോട് അടുത്ത ആൾക്കാരെന്ന് പറയും. അവരെ ദുർഗന്ധം കൊണ്ട് അടുക്കാൻ പറ്റൂല. അവർ മുഴുവൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് അങ്ങനെ നിൽക്കുന്നതാണ്. അതെന്തോ കുർബത്താണ്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന പുണ്യമാണ് ധരിക്കുന്നവർ, ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും തന്നെ അവരെ വസ്ത്രത്തിലോ രൂപത്തിലോ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, അതിൽ കുറവ് വരുത്തേണ്ടതില്ല. നല്ല വസ്ത്രം ധരിക്കുക, അള്ളാഹു അവന് നൽകിയ അനുഗ്രഹങ്ങളിൽ നല്ല വസ്ത്രം ധരിക്കുക, നല്ല സുഗന്ധം ഉപയോഗിക്കുക. ഇതെല്ലാം ഒരിക്കലും തന്നെ ഷെയ്ഖ് സുലൈമാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, തൊലബുൽ ഇൽമോ അല്ലെങ്കിൽ ദീനി ദഅവത്തോ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് അവന് തടസ്സമല്ല. അവൻ അങ്ങനെ അതിൽ നിന്നും ഒഴിവായി നിൽക്കേണ്ടതുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആ ദർസിലിരിക്കുമ്പോൾ ശ്രദ്ധിച്ച കാര്യം എന്താണ്? ജിബ്രീൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് വന്നത്. ചോദിക്കാൻ, കേട്ട് പഠിക്കാൻ വന്നപ്പോൾ അടുത്തു വന്നിരിക്കുകയാണ് ചെയ്തത്. അകലെ പോയിരുന്നില്ല, അടുത്തു വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുട്ടുകൾ ചേർത്ത് വെച്ചിരുന്നു. അതായത് നേർക്ക് നേരെ ഇരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുക എന്നുള്ള രീതിയിൽ നിന്നില്ല. സംസാരിക്കുക, അതല്ലെങ്കിൽ ചിരിച്ചു കളിക്കുക. സുലൈമാൻ റഹീൽ ഹഫിളഹുല്ലാഹ് പറയുന്നത് കാണാം. ഇന്ന് പല ആളുകളും അങ്ങനെയുള്ള ദർസുകളിൽ വന്നു കഴിഞ്ഞാൽ പല തമാശകളിലായിരിക്കും. ഇപ്പോൾ വലിയ ദർസൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ അവിടെ മസ്ജിദ് നബവിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. വലിയ ദർസുകളൊക്കെ ആകുമ്പോൾ ആളുകൾ ദർസ് നടക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നുണ്ടാകും, തമാശ പറയുന്നുണ്ടാകും, ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് കളിക്കുന്നുണ്ടാകും. ഇതൊന്നും ഒരു ഇൽമിൻ്റെ സദസ്സിന് യോജിച്ച കാര്യമല്ല. മറിച്ച് ഇൽമിൻ്റെ സദസ്സിൽ ആരാണോ സംസാരിക്കുന്നത് അയാളെ സാഗൂതം വീക്ഷിക്കുക, പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ അദ്ദേഹം ചെയ്ത കാര്യം, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്ന ഫായിദ ഉണ്ട്. അതുപോലെ ഈ പറയുന്ന കാര്യം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാത്തതാണോ? അല്ല, ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് കാര്യം അറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്നഹു ജിബ്രീൽ അതാക്കും യുഅല്ലിമക്കും ദീനക്കും, നിങ്ങളെ ദീൻ പഠിപ്പിക്കാനാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പഠിപ്പിക്കാൻ വന്നത് എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നതിലൂടെ സ്വഹാബികൾ എന്ത് ചെയ്യും? സ്വഹാബികൾ അത് കേൾക്കും. അതുകൊണ്ട് ഇതിൽ മറ്റൊരു ഫായിദ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഒരാൾക്ക് അറിയുന്ന കാര്യവും ഒരു സദസ്സിൽ ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് കസറത്ത് സുആലൊന്നും ആയി മാറുകയില്ല. അയാളുടെ നീയത്ത് അത് അവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അറിയില്ല, അവർക്കത് അറിയണം എന്നതാണെങ്കിൽ. അതായത് സ്വഹാബികൾക്ക് ഈ പറയുന്ന പല വിഷയങ്ങളും അറിയില്ല. അന്നാണ് ദീന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആദ്യഘട്ടമാണ്. അപ്പൊ ആളുകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ചോദ്യം ചോദിക്കുകയാണ് എങ്കിൽ അത് തെറ്റില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മലക്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന്മാരുടെ രൂപം സ്വീകരിക്കാൻ സാധിക്കും. ഇതിനില്ല അള്ളാഹുവിന്റെ ഉദ്ദേശത്തോടു കൂടി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 2 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ശരിയായ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഒരു മലക്കിന്റെ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 600 ചിറകുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അത്രയും ആ രൂപത്തിൽ വലിയ വലിപ്പത്തിൽ കണ്ടിരുന്നത്, ചക്രവാളം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ. നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ അവിടെ പിന്നെ ആകാശം കാണാനുണ്ടാവില്ല. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ അത്രയും വലിപ്പത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മിഅ്റാജിന്റെ സമയത്തും കണ്ടിട്ടുണ്ട്. അതല്ലാത്ത സമയത്ത് പലപ്പോഴും ജിബ്രീൽ സ്വഹാബികളിൽ ചിലരുടെ രൂപങ്ങളിൽ വരാറുണ്ട്. ദിഹിയ റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിലൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പൊതുവെ വരാറുണ്ട്. ആ സ്വഹാബിയുടെ രൂപത്തിലാണ് വരാറുള്ളത്. എന്നാൽ ഇത്തവണ വന്നത് അങ്ങനെയല്ല. ഇത്തവണ ആർക്കും അറിയാത്തൊരു രൂപത്തിലാണ് വന്നത്. എന്നാലും എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു. അതുപോലെ തന്നെ മുട്ട് ചേർത്ത് വെച്ചു. 2 കൈകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊടയിലേക്ക് വെച്ചു. ഇത് ആരുടെ തൊടയിലാണ് വെച്ചത് എന്നുള്ളത് പല അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു അല ഫഖിദൈഹി എന്ന് പറഞ്ഞാൽ ജിബ്രീലിന്റെ തൊടയിലേക്ക് തന്നെയാണ്. വേറെ ചിലർ പറഞ്ഞു അത് ജിബ്രീലിന്റെ തൊടയിലേക്ക് ചേർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിലേക്ക് വിരലുകൾ മുട്ടുന്ന രൂപത്തിലാണ് വെച്ചത് എന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊടയിലേക്ക് തന്നെ ചേർത്തി വെച്ചതാണ്. അതും ഒരു സാധാരണ ആളുകൾ ചെയ്യാത്ത രൂപത്തിലാണ്. അതും ആളുകൾ ശ്രദ്ധിക്കാനുള്ള കാരണമാകും. ശ്രദ്ധിക്കും, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ വന്ന് ഒരു അദബില്ലാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊടയിലേക്ക് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ന് വരുന്നതിന് വേണ്ടി, ആളുകൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നെല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തുടക്കത്തിൽ വിളിക്കുന്ന അഖ്ബിർ യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം എന്ന് പറയുന്നതെല്ലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്തത് ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന്
കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും ഉള്ള ഫായിദകൾ ഇതാണ്. അതുപോലെ ഒരു ഫായിദയും കൂടി ഇതിൽ പറയുന്നുണ്ട്. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഇരുന്നു കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച്, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയാണ്, അങ്ങനെ അറിവുള്ള ആളുകൾ അങ്ങനെ ഇരുന്ന് കൊടുത്തിട്ടില്ല എങ്കിൽ ജനങ്ങൾ അറിവില്ലാത്ത ആളുകളിലേക്ക് പോകും. ജനങ്ങൾ അറിവില്ലാത്ത ആളുകളോട് ചോദിക്കും. അറിവില്ലാത്ത ആളുകൾ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അവർ ഉപകാരത്തെക്കാൾ ഉപദ്രവങ്ങളാണ് ഉണ്ടാവുക. എത്രത്തോളം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അന്നനിസ്ഫൽ മുതഅല്ലിം യുഫ്സിദു അക്സറ മിമ്മാ യുഫ്സിദുഹു നിസ്ഫു തബീബ്. ഒരു മുറിവൈദ്യൻ ആളെ കൊല്ലും നമ്മൾ പറയും. മുറിവൈദ്യൻ ഉണ്ടാക്കുന്നതിനേക്കാളും കുഴപ്പമായിരിക്കും. അത് ഡോക്ടർ വിഭാഗം ശരിക്കും പഠിക്കാതെ പകുതി പഠിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്ത ആളുകളെ ഉപദ്രവത്തിലാക്കുന്ന ആളുണ്ടാക്കുന്നതിനേക്കാളും പ്രശ്നമായിരിക്കും അറിവില്ലാത്ത കാര്യം സംസാരിക്കുന്നതാണ്. കാരണം നാട്ടിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അയാൾ മതി. നാട്ടിൽ വലിയ ലഹളകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിവില്ലാത്ത സംസാരിക്കുന്ന ആളുകൾ മതി. അവരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, അവിടെ പോയി ഇന്ന് ചെയ്തോളൂ, അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അവർ തന്നെ മതിയായതാണ്. അതുകൊണ്ട് അറിവുള്ള ആളുകൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹദാ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.